നമ്മൾ കുട്ടികളെ എപ്പോഴും ഈ വായനയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കാറുണ്ട് അല്ലേ? നമുക്ക് പലപ്പോഴും നമ്മളെ കുട്ടികൾ വായിക്കുക എന്നുള്ളൊരു കാര്യത്തിനോട് വളരെ താല്പര്യമുള്ള ആളുകളാണ്. യഥാർത്ഥത്തിൽ നമ്മളെ കുട്ടികൾ വായനയോട് വലിയ താല്പര്യം കാണിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുട്ടികളെല്ലാം കണ്ടു പഠിച്ച് വളർന്നു വരുന്നവരാണ് അല്ലേ? ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ഒക്കെ കണ്ടു പഠിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, മുന്നോട്ട് വരുന്നത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ വായനാശീലം വളർത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വായിക്കുന്നത് കുട്ടികൾ എന്ത് ചെയ്യണം, കാണണം. നമ്മൾ വായിക്കാറുണ്ടോ? നമ്മൾ വായിക്കാറുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളും വായിക്കും. അതായത് നമ്മൾ കുട്ടികളെ വായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ അവർക്ക് വായന എന്ന് പറയുന്ന ആ ഒരു സാധനം എന്താണെന്നുള്ളതിൻ്റെ ഒരു ഏകദേശം ഒരു ചിത്രം അവരിലേക്ക് എത്തണം. അപ്പോൾ കുട്ടികൾ വായിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ അല്ലെങ്കിൽ വീട്ടിലുള്ളവരെന്തായിരിക്കണം, വായനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാവണം. നമ്മളത് ചെയ്യാതെ കുട്ടികളെ കൊണ്ട് എങ്ങനെ നമുക്ക് വായിപ്പിക്കാൻ കഴിയും? ഇനി അഥവാ നിങ്ങൾക്ക് വായിക്കാൻ സമയമില്ലാത്തതോ അല്ലെങ്കിൽ വായിക്കാൻ താല്പര്യമില്ലാത്തതോ ആണ് വിഷയം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തിട്ടെങ്കിലും ചില സമയങ്ങളിൽ കുട്ടികൾ കാണുന്ന രീതിയിൽ ഇരിക്കുകയെങ്കിലും ചെയ്യാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. കാരണം കുട്ടി വായിക്കാൻ തയ്യാറായി വരുന്നത് അവൻ്റെ പരിസ്ഥിതിയിലുള്ള രക്ഷിതാക്കളോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെട്ട് ജീവിത പരിസരത്തുള്ള ആരെങ്കിലും വായിക്കുന്നത് കാണുമ്പോഴാണ് എന്ത് ചെയ്യുക, കുട്ടി വായനയിലേക്ക് മെല്ലെ മെല്ലെ താല്പര്യം പ്രകടിപ്പിച്ച് തുടങ്ങുക. അതല്ലെങ്കിൽ പിന്നെ വലിയ പ്രായത്തിൽ വരുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും സമയത്തിനും സാഹചര്യത്തിനും എല്ലാം അനുസരിച്ചിട്ട് ചില ആളുകളൊക്കെ വായനയ്ക്ക് കടന്നു പോകാറുണ്ട്. അവരുടെ കാര്യമല്ല പറയുന്നത്. കുട്ടികളുടെ കാര്യത്തിൽ വായനയിലേക്ക് കുട്ടികൾ സഞ്ചരിക്കണമെങ്കിൽ രക്ഷിതാക്കൾ വായനയോട് താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണെന്നുള്ളതും അല്ലെങ്കിൽ അവർ നിരന്തരം വായനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തുന്നവരാണ് എന്നുള്ളൊരു ബോധ്യം കുട്ടികളിൽ എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ കുട്ടികൾ നല്ലൊരു വായനക്കാരായിട്ട് വളരുക. നമ്മൾ വായിക്കാതെ നമ്മൾ വായനയെക്കുറിച്ചിട്ട് കുട്ടികളോട് നിരന്തരം പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിയെ ബോധ്യപ്പെടുത്താനെങ്കിലും വായിച്ചു തുടങ്ങേണ്ടതുണ്ട്.